Hi dears, MG University 2020 PG അപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. സോ അപ്ലൈ ചെയ്യുന്ന ഡീറ്റെയിൽസ് നമുക്കൊന്ന് കാണാം. ഒരു ട്യൂട്ടോറിയൽ വീഡിയോ പോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് cap.mgu.ac.in എന്നാണ്. www.cap.mgu.ac.in. ഈ പേജിൽ നമ്മൾ MGCAP 2020 എന്ന് ക്ലിക്ക് ചെയ്യാം. സോ നമ്മൾ പുതിയൊരു പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടും. സോ ദിസ് ഈസ് ദ അപ്ലിക്കേഷൻ പേജ് ഓഫ് MGU PGCAP 2020. ഇവിടെ കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഏത് മാർക്ക് സ്കീമാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന ഡീറ്റെയിൽസ് ഒക്കെ ഓരോ കോളേജിനും ഓരോ യൂണിവേഴ്സിറ്റിക്കും ഡിഫറെൻറ്റ് ഗ്രേഡിംഗ് സ്കീംസ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ഗ്രേഡിംഗ് സെലക്ട് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൺലൈനായിട്ടാണ് കംപ്ലീറ്റ് ആയിട്ടും അപ്ലിക്കേഷൻ വരുന്നത്. പിന്നെ വരുന്നത് നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ ടൈമിൽ സബ്മിറ്റ് ചെയ്താൽ പോരാ, അപ്ലിക്കേഷൻ ടൈമിൽ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണെന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. സോ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്ന സർട്ടിഫിക്കറ്റ്സ് ഇതൊക്കെയാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റും, അതുപോലെ SC BC OEC വിഭാഗത്തിലുള്ളവർ അവരുടെ ജാതി സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സോ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും വേണം, പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ അടുത്തത് EWS റിസർവേഷൻ ആണെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അതായത് ഇൻകം അസറ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് EWS കാൻഡിഡേറ്റ്സ്. പിന്നെ ബോണസ് പോയിൻറ്റ്സ് കിട്ടാനായിട്ട് NCC NSS സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അതും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ എക്സ് സർവീസ്മെൻ റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിനും അനുബന്ധമായ സർട്ടിഫിക്കറ്റ്സ് ആവശ്യമായിട്ട് വരും. ഇത്രയും സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചതിന് ശേഷം അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പം അപ്ലോഡ് ചെയ്യുമ്പം ഇതും ശ്രദ്ധിക്കുക, നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കറക്റ്റ് ഡോക്യുമെൻ്റ് തന്നെയല്ലേ എന്നുള്ള ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ പ്രോസസ്സിന് ഔട്ടായി പോകും, അപ്ലിക്കേഷൻ തന്നെ റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ബി വെരി കെയർഫുൾ. അപ്ലോഡ് ചെയ്യുമ്പം കറക്റ്റ് ഡോക്യുമെൻ്റ് തന്നെയല്ലേ നിങ്ങൾ അപ്ലോഡ് ചെയ്തതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം സബ്മിറ്റ് ചെയ്യാനൊക്കെ. സോ ആദ്യം ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ റെഡിയാക്കി വെക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങുക. പിന്നെ നിങ്ങളുടെ മാർക്കിംഗ് സ്കീം ഏതാണെന്ന് കറക്റ്റായിട്ട് നോട്ട് ചെയ്തിട്ട്, കേരള, കണ്ണൂർ, MG സർവകലാശാലയൊക്കെ ഡിഫറെൻ്റ് ആണ്. കാലിക്കറ്റൊക്കെ ആകുമ്പോൾ ഡിഫറെൻറ്റ് ഗ്രേഡിംഗ് സിസ്റ്റമാണ് MGയിൽ അപ്ലൈ ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഗ്രേഡിംഗ് സ്കീംസ് ഏതൊക്കെയാണെന്ന് കറക്റ്റായിട്ട് സെലക്ട് ചെയ്തിട്ട് ചെയ്യുക. ഇനി ഇതിലൊന്നും പെടാത്ത ഏതെങ്കിലും ഗ്രേഡിംഗ് സ്കീം ആണെങ്കിൽ നിങ്ങളുടെ മാർക്സ് 100ലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കൺവെൻഷണൽ മാർക്ക് സിസ്റ്റം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് മാർക്ക് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. സോ ഈ വിവരങ്ങളൊക്കെയാണ് പൊതുവായിട്ട് സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ. ഇനി അപ്ലിക്കേഷന് ഒരു ഇൻസ്ട്രക്ഷൻസ്, ഒരു ഷോർട്ട് ഫോം ഇൻസ്ട്രക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട്, ദെൻ മിനിമം പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. പിന്നെ ഒരു വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ID റെഡി ആയിരിക്കണം. ദെൻ യു ഹാവ് ടു ക്രിയേറ്റ് എ പാസ്വേഡ് മറന്നു പോവാത്ത രീതിയിൽ ഒരു ഡിസ്ക്ലോസ് ചെയ്യാൻ ഇല്ലാത്ത ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ദെൻ 7 സ്റ്റെപ്പ് ആപ്ലിക്കേഷൻ ഫോം വരും. അപ്പോൾ ഓരോന്നിലും പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. Then after all this you have to pay application fee പേ ചെയ്യാനായിട്ട് വരും. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ ആൻഡ് ഡിജിറ്റൽ കോപ്പീസ് ഓഫ് യുവർ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് വരും. ആൻഡ് ദേ പ്രിഫർ യു ടു യൂസ് Explorer 7 or Mozilla or Google Chrome. All right. And make a note that no hard copies are to be sent to universities. ഇത് അപ്ലൈ ചെയ്തിട്ട് കംപ്ലീറ്റ് ഓൺലൈൻ ആണ്. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. പിന്നെ വരുന്ന PDF നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അതായത് യൂണിവേഴ്സിറ്റിയിലേക്കോ കോളേജുകളിലേക്കോ ഇതിൻ്റെ ഒരു ഹാർഡ് കോപ്പിയും അയക്കേണ്ട കാര്യമില്ല. സോ ഇതൊക്കെയാണ് ജനറൽ ഇൻസ്ട്രക്ഷൻസ്. നൗ വി വിൽ മൂവ് ഓൺ ടു ദ ആപ്ലിക്കേഷൻ. സോ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യാം. സോ അക്കൗണ്ട് ക്രിയേഷൻ്റെ പേജ് വന്നിട്ടുണ്ട്. ഹിയർ യു ക്യാൻ സീ ദാറ്റ് 7 സ്റ്റെപ്പ് ആയിട്ടാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് വന്നിട്ടുള്ളത്. അക്കൗണ്ട് ക്രിയേഷൻ, പേഴ്സണൽ ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ, ഓപ്ഷൻ സെലക്ഷൻ, ഫീ പേയ്മെൻറ്റ് ആൻഡ് അപ്ലോഡ് യുവർ സർട്ടിഫിക്കറ്റ്സ്. സോ ഫസ്റ്റ് തന്നെ അക്കൗണ്ട് ക്രിയേഷൻ ആയിട്ട് ബേസിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. നെയിം ഓഫ് യുവർ
applicant, name of the candidate, then password, mobile number, email ID, date of birth, category and this verification image. ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് ക്രിയേറ്റ് അക്കൗണ്ടിന് ക്ലിക്ക് ചെയ്യാം. അക്കൗണ്ട് ക്രിയേഷൻ ചെയ്ത് കഴിഞ്ഞപ്പം സബ്മിറ്റ് ചെയ്തപ്പോൾ നമുക്കൊരു അപ്ലിക്കേഷൻ നമ്പർ കിട്ടിയിട്ടുണ്ട്. സോ നോട്ട് ഡൗൺ ദിസ് അപ്ലിക്കേഷൻ നമ്പർ. നൗ വി ഹാവ് ടു enter the personal and academic details. So go to personal and academic page. Personal details enter ചെയ്യാനായിട്ട് വന്നിട്ട് name of the applicant, date of birth, gender, father's name, religion, community, caste, annual income, nationality, ഇത്രയും basic detailsum. Then your contact details, number, land phone number with STD code and your mobile number and email ID. പിന്നെ ബോണസ് മാർക്സ് ഡീറ്റെയിൽസും ഈ പേജിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. NSS NCC സർട്ടിഫിക്കറ്റ്സ് UG ലെവലിലുണ്ടോ, അതായത് +2 അല്ലെങ്കിൽ മുന്നത്തെ സർട്ടിഫിക്കറ്റ്സ് ഇവിടെ വാലിഡ് അല്ല. ഡിഗ്രിക്ക് നിങ്ങൾ NSS NCC സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും കൺസിഡർ ചെയ്യുക. ആൻഡ് ആർ യു എൻറ്റൈറ്റിൽഡ് ഫോർ ദ ബോണസ് മാർക്സ് ഓഫ് എക്സ് സർവീസ്മെൻ. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തിട്ട് വി ക്യാൻ സെലക്ട് ഓൺ ടു സേവ് ആൻഡ് നെക്സ്റ്റ്. Now next പേജിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നെയിം ഓഫ് ദ യൂണിവേഴ്സിറ്റി, നെയിം ഓഫ് യുവർ മാർക്കിംഗ് സ്കീം. നമുക്ക് ഓരോന്ന് സെലക്ട് ചെയ്ത് നോക്കാം. യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി. ഇപ്പം മാർക്കിംഗ് സ്കീംസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. കൺവെൻഷണൽ മാർക്ക് സിസ്റ്റം, അതായത് 100ൽ കൺവേർട്ട് ചെയ്തിട്ട് മാർക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ 4 പോയിൻറ്റ് സ്കെയിൽ CGPA ഔട്ട് ഓഫ് 4 ആണെങ്കിൽ, അല്ലെങ്കിൽ 7 പോയിൻറ്റ് സ്കെയിൽ CGPA ഔട്ട് ഓഫ് 10 ആണെങ്കിൽ MG യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽസ് അത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഏത് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്താലും അതിന് അനുസരിച്ചുള്ള മാർക്കിംഗ് സിസ്റ്റം ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് വരും. ഓക്കെ, പിന്നെ വരുന്നത് സെലക്ട് യുവർ കോഴ്സ്. ഇപ്പോൾ ഏത് കോഴ്സിനാണ് അപ്ലൈ ചെയ്യാനുള്ളത്. നെയിം ഓഫ് ദ ഡിഗ്രി, അത് കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴായിരിക്കും വരിക. സോ ഹിയർ നെയിം ഓഫ് ദ ഡിഗ്രി ഇസ് ഹിയർ. സോ ലെറ്റ്സ് ക്ലിക്ക്. ദെൻ ഇയർ ഓഫ് പാസിംഗ് സെലക്ട് ചെയ്യണം. ദെൻ നമ്പർ ഓഫ് ചാൻസസ്. ഇവിടെ എല്ലാവർക്കും ഡൗട്ട് വരും നമ്പർ ഓഫ് ചാൻസസ് എന്താണെന്ന്. ഫ്രീ ചാൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാൻസിൽ നിങ്ങൾ ഡിഗ്രി പാസ്സായി എന്നുള്ളത്. ഇനി എല്ലാ സപ്ലിയൊക്കെ വന്നിട്ട് ലേറ്റർ ഓൺ ആണ് നിങ്ങൾ ഡിഗ്രി പാസ്സായതെന്ന് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്പർ ഓഫ് ചാൻസസ് കൊടുക്കുക. നമ്പർ ഓഫ് ചാൻസ് കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിങ്ങിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചാൻസ് ഓഫ് ഗെറ്റിംഗ് കുറഞ്ഞു വരും. സോ ടേക്ക് അറ്റ്മോസ്റ്റ് കെയർ വൈൽ എൻറ്ററിങ് ദീസ് ഡീറ്റെയിൽസ്. പിന്നെ സ്കീം ഓഫ് ദ ഡിഗ്രി. ഇപ്പം സ്കീം എന്ന് പറയുന്നാൽ നമ്മൾ സിംഗിൾ മെയിൻ, ഡബിൾ മെയിൻ, ട്രിപ്പിൾ മെയിൻ എന്നാണ് ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. സിംഗിൾ മെയിൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി നമ്മളിപ്പോൾ ഒരു BSc ഫിസിക്സ് പഠിച്ച ഒരാൾ സിംഗിൾ മെയിൻ ആണ്, കാരണം അയാളുടെ മെയിൻ സബ്ജക്റ്റ് ഫിസിക്സ് ആണ്. അപ്പം അങ്ങനെ സിംഗിൾ മെയിൻ ഡിഗ്രീസ് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഡിഗ്രിയൊക്കെ സിംഗിൾ മെയിൻ ആയിരിക്കും. ഇനി ഡബിൾ മെയിൻ, ട്രിപ്പിൾ മെയിൻ ആണെങ്കിൽ അത് എക്സാക്ട്ലി അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ഡിഗ്രി പഠിക്കുമ്പോൾ. അപ്പോൾ അതിൽ ഡൗട്ടൊന്നും വരണ്ട. ഓർഡിനറി ഡിഗ്രി പഠിച്ച എല്ലാവരും സിംഗിൾ മെയിനിന് കൊടുക്കുക. ഇനി ഡബിളോ ട്രിപ്പിളോ ആണെങ്കിൽ അത് അവർക്ക് അറിയുന്നതായിരിക്കും ഡബിൾ ആണോ ട്രിപ്പിൾ ആണോ കൊടുക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ്. ഇപ്പോൾ ജനറലി ഗീവ് ഇറ്റ് ആസ് സിംഗിൾ മെയിൻ. ദെൻ സെലക്ട് എനി അഡീഷണൽ സർട്ടിഫിക്കറ്റ്സ് ഇഫ് യു ഹാവ് എനി അഡീഷണൽ സർട്ടിഫിക്കറ്റ്. ദ ഡീറ്റെയിൽസ്, അഡീഷണൽ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യുവർ PG ഡിപ്ലോമ ഇൻ എനി ഓഫ് ദീസ് ഓർ യുവർ some other additional details if you have, certificates if you have, you can click it. മൾട്ടിമീഡിയ ഡിഗ്രി ഉണ്ടോ, ഡിപ്ലോമ ഉണ്ടോ, ഡിസൈൻ ഡിപ്ലോമ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. പിന്നെ നിങ്ങളുടെ സബ്ജക്റ്റ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കാനുള്ളത്. Part 1 or common course is English. Then your Part 2 or second language. Select your second language here. Then your main course. അതിൻ്റെ സബ്സിഡറി കോഴ്സസ്, കോംപ്ലിമെൻ്ററി കോഴ്സസ് 1, 2. Then vocational course if you have any, then select that subject. Then your open course. ഇത്രയും സബ്ജക്ട്സ് ആണല്ലോ നമുക്ക് വരിക ജനറലി. അപ്പോൾ ആ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ദെൻ സേവ് യുവർ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിന് ക്ലിക്ക് ചെയ്യുക. ഒരു കാര്യം കൂടി, നമ്മൾ കോഴ്സും ഡീറ്റെയിൽസും ഒക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മാർക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ ഈ പേജിൽ തന്നെയാണ് വരുന്നത്. യുവർ അവാർഡഡ് മാർക്സ് ആൻഡ് മാക്സിമം മാർക്സ്. ഇത് മാർക്കിംഗ് സിസ്റ്റം കൊടുത്തതുകൊണ്ടാണ് ഇവിടെ അവാർഡഡ് മാർക്സ് മാക്സിമം മാർക്സിലാണ് ഇപ്പോൾ ഒരു സിസ്റ്റം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏത് സിസ്റ്റമാണ് അവിടെ എൻ്റർ ചെയ്യുന്നത് അതിനനുസരിച്ച് ഇവിടെ
എൻട്രി ചെയ്യാനുള്ള CGPA ആണോ 6 ഔട്ട് ഓഫ് 4 ഔട്ട് ഓഫ് 10 ഏത് CGPA ആണ് എന്ന ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ആയിട്ട് ഇവിടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ മാർക്കിംഗ് സിസ്റ്റം കൊടുത്തതുകൊണ്ട് ഇവിടെ മാർക്കായിട്ടാണ് എൻ്റർ ചെയ്യേണ്ടത്. ആൻഡ് മാക്സിമം മാർക്സ് ഓരോ സബ്ജക്റ്റിലും 100 എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എൻ്റർ ചെയ്ത് പോകേണ്ടത് മാർക്കിംഗ് സിസ്റ്റം കൊടുക്കുന്നവർ. ഓൾ റൈറ്റ്, സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പേജ്. സോ നമ്മൾ അപ്ലിക്കേഷൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പിൽ എത്തിയിട്ടുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ. ഇപ്പോൾ ഓപ്ഷൻ കൊടുക്കാനായിട്ട് ഇവിടെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓപ്ഷൻ നമ്മൾ കോഴ്സും കോളേജും സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ രീതിയിൽ ആഡ് മോർ ഓപ്ഷൻ, വൺ മോർ ഓപ്ഷൻ, ഈ രീതിയിൽ നമ്മൾ ഓപ്ഷൻസ് എൻ്റർ ചെയ്ത് പോകണം. നമുക്ക് നോക്കാം ഈ ഒരു സ്റ്റെപ്പിൽ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഓപ്ഷൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവണം. ഏത് ഓപ്ഷനാണ് എൻ്റർ ചെയ്യേണ്ടത് എന്നുള്ളത് ഇപ്പോൾ ഇരുന്ന് ആലോചിക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ ഇരുന്ന് ആലോചിച്ചാൽ പോരാ. ആദ്യം തന്നെ നമ്മൾ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ഇൻഡെക്സ് മാർക്കുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഏതൊക്കെ കോളേജസ് ആണ് നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ടത്, ഏത് കോഴ്സാണ് നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ആദ്യമേ ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം. എന്നിട്ട് വേണം ഓപ്ഷൻ കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇനി അലോട്ട്മെൻറ്റ് സമയത്ത് ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. കാരണം PGക്ക് വളരെ കുറവ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. ഡിഗ്രി പോലെ അത്ര അധികം സീറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് കറക്റ്റായിട്ട് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. സോ ഗീവ് ഇറ്റ് ഹിയർ. ഐ വിൽ ഷോ യു ഹൗ ടു ഗീവ് ഓപ്ഷൻ. അപ്പോൾ നമ്മളൊരു ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നു, ഒരു കോളേജ് സെലക്ട് ചെയ്യുന്നു. സോ നമ്മൾ സെൽഫ് ഫിനാൻസിങ് എയ്ഡഡ് ഇവിടെ MSc കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ് ഇൻ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസ് കട്ടപ്പന ഈസ് എ സെൽഫ് ഫിനാൻസിങ് കോഴ്സ്. നമ്മളൊരു സെൽഫ് ഫിനാൻസിങ് കോഴ്സ് സെലക്ട് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു നോട്ടീസ് വന്നിട്ടുണ്ട്, ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ ഇവിടെ കണ്ടോ, ഒരു പിങ്ക് കളർ സെൽഫ് ഫിനാൻസിങ് എന്ന് പറഞ്ഞിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ കൊടുത്ത കോഴ്സ് സെൽഫ് ഫിനാൻസിങ് ആണോ ഗവൺമെൻറ് എയ്ഡഡ് ആണോ എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് വേറൊരു കോഴ്സ് കൊടുക്കാം, MA ഇംഗ്ലീഷ്. സി ഹിയർ, ഇവിടെ ഒരു ഹൈലൈറ്റ് റെഡ് കളർ വന്നിട്ടില്ല. അപ്പോൾ ഇതൊരു എയ്ഡഡ് കോഴ്സാണ്, ഒരു കോളേജിൽ എയ്ഡഡ്. ഇപ്പോൾ കോളേജ് എയ്ഡഡ് ആണെന്ന് വെച്ചിട്ട് കോഴ്സ് എയ്ഡഡ് ആവണമെന്നില്ല, കോഴ്സ് സെൽഫ് ഫിനാൻസിങ്ങും ആവാം. അപ്പോൾ ആ രീതി അതും കൂടി ശ്രദ്ധിക്കുക നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുമ്പം. അപ്പോൾ ആദ്യം തന്നെ സെൽഫ് ഫിനാൻസിങ് കോഴ്സസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാതെ എയ്ഡഡ് ഒക്കെ കൊടുത്തിട്ട് താഴെ ഓപ്ഷനിലേക്ക് സെൽഫ് ഫിനാൻസിങ്ങും കൊടുക്കുന്ന രീതിയിൽ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അത് അങ്ങനെ ജനറലായിട്ട് പറയാൻ പറ്റില്ല. നിങ്ങളുടെ ഒരു മാർക്ക് റേഞ്ച് അനുസരിച്ച് വേണം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എല്ലാ ഓപ്ഷനും ഒന്ന് ഫില്ല് ചെയ്തിട്ട് പോവാം. ഇനി ഓപ്ഷൻസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് സേവ് ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. പെട്ടെന്ന് നെറ്റ് പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ കൊടുത്ത എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് അവിടെ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. സോ ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് സ്റ്റെപ്പ് പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് നമുക്ക് ഏത് ഗേറ്റ് വേ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, എല്ലാ ഫെസിലിറ്റീസും ഓൺലൈൻ എല്ലാ പേയ്മെൻറ്റ് സിസ്റ്റംസും അവൈലബിൾ ആണ്. അപ്പം പേ ചെയ്യാനായിട്ട് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 1250 ആണ് ഫീസ് വരുന്നത്. നമ്മൾ കാറ്റഗറി സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫീ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നതായിരിക്കും. നൗ വി ക്യാൻ ക്ലിക്ക് ഓൺ ടു പേ നൗ. സോ ഇനി ഫീ പേയ്മെൻറ്റും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സിഗ്നേച്ചർ, ഫോട്ടോ, സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള സ്റ്റെപ്പാണ് വരുന്നത്. അപ്പം ഫോട്ടോ, സിഗ്നേച്ചറൊക്കെ റീസൈസ് ചെയ്യാനായിട്ട് ഒരുപാട് സൈറ്റ്സ് അവൈലബിൾ ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ സൈറ്റ്സ് കൊടുക്കാം, എക്സാമ്പിൾസ് കൊടുക്കാം. അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് PDF കൺവേർട്ട് ചെയ്യാനും സൈസ് റെഡ്യൂസ് ചെയ്യാനൊക്കെ ഉള്ള സൈറ്റ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്കത് അവിടെ നിന്ന് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ അപ്ലോഡിങ്ങും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ സബ്മിഷനാണ്. അപ്പോൾ ഫൈനൽ സബ്മിറ്റും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ പൂർത്തിയായി. അപ്പോൾ ഇതിൽ പിന്നെ നമുക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഓർ കംപ്ലയിൻറ്റ്സ് ഒക്കെ വരികയാണെങ്കിൽ യൂണിവേഴ്സിറ്റീനെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് കോൺടാക്ട് അസ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺടാക്ട് അസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, നമ്പറും ഡീറ്റെയിൽസൊക്കെ കാണാവുന്നതാണ്. ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഇതാ ഈ പേജിൽ തന്നെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്, നിങ്ങൾക്കിവിടെ കാണാം. ടൈം കൊടുത്തിട്ടുണ്ട് ഹെൽപ്പ് ലൈനിന് 10:30 to 4:30. ഇപ്പോൾ ഓൾ വർക്കിംഗ് ഡേയ്സിൽ നിങ്ങൾക്ക് ഈ ടൈമിൽ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഡൗട്ടും അവർ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് അപ്ലിക്കേഷനിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ പോസ്റ്റ് യുവർ കംപ്ലയിൻറ്റ്സ് ഹിയർ. ഇത് കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്, മെയിൽ ID ഉണ്ട്, ഹെൽപ്പ് ലൈൻ നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കംപ്ലയിൻറ്റ് പോസ്റ്റ് ചെയ്യാനാണെങ്കിൽ പോസ്റ്റ് യുവർ കംപ്ലയിൻറ്റ് എന്നുള്ള ഹെഡിങ് കൊടുത്തു കഴിഞ്ഞിട്ട് പോസ്റ്റ് യുവർ കംപ്ലയിൻറ്റ് എൻ്റർ ചെയ്യുക. നൗ യുവർ ഇമെയിൽ ID, കാറ്റഗറി,
ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തിട്ട് കംപ്ലയിൻറ്റ് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് വെരിഫിക്കേഷൻ കോഡും കൊടുത്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അതിനുള്ള റെക്ടിഫിക്കേഷൻ ചെയ്യുന്നതായിരിക്കും. ആൻഡ് യുവർ കംപ്ലയിൻറ്റ് വിൽ ബി റിഡ്രസ്ഡ് വിത്തിൻ 24 hours. അപ്പോൾ വളരെ ആക്റ്റീവായിട്ട് ഈ സൈറ്റ് ഇപ്പോൾ വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇന്നലെ ടെമ്പററി ആയിട്ട് ഒരു ഫ്യൂ അവേഴ്സ് സ്റ്റോപ്പ് ആയിരുന്നു. അതിപ്പോൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. സൈറ്റ് ഇപ്പോൾ പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്. എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഓപ്ഷൻസ് ആദ്യം അറേഞ്ച് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാനായിട്ട് കയറുക. സോ ദീസ് ആർ ദ ജനറൽ ഇൻസ്ട്രക്ഷൻ ഓഫ് അപ്ലിക്കേഷൻ ഫോർ MGCAP 2020 MG യൂണിവേഴ്സിറ്റിയുടെ. ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഇൻഫോർമേറ്റീവ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നിയെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.